ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 7 ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രിലിംസിന് ഒരുങ്ങുന്നവർക്കും അതുപോലെ നമ്മുടെ കാറ്ററ്റ് എഴുതുന്നവർക്കുമായിട്ടാണ് ടീച്ചർ ഇത് പ്രത്യേകം ഇപ്പോൾ ലൈവ് നടത്തുന്നത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു പറയാം. ടീച്ചർ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെ സ്റ്റാൻഡേർഡ് 7 നിങ്ങൾക്ക് എല്ലാ സോഷ്യൽ സയൻസ് എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം തുടങ്ങാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. ഹഗിയ സോഫിയ അധികം വിശദീകരിച്ച് ടീച്ചർ കടക്കുന്നില്ല. ടീച്ചർ ക്ലാസ് തുടങ്ങാണ് കേട്ടോ. ഹഗിയ സോഫിയ പണി കഴിപ്പിച്ച കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 6-ാം നൂറ്റാണ്ട്. ഹഗിയ സോഫിയ പണി കഴിപ്പിച്ച കാലഘട്ടം 6-ാം നൂറ്റാണ്ട്. നമുക്കറിയാം ഈ ഹഗിയ സോഫിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തുർക്കിയിലാണ്. ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലാണ്. അപ്പോൾ പ്രിലിംസുകാരും കേട്ടറ്റുകാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ മാത്രം മക്കളൊന്ന് കുറിച്ച് വെക്കുക, അല്ലെങ്കിൽ ടീച്ചറെ ഫോളോ ചെയ്യാം കേട്ടോ. അതുപോലെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പോൾ ആണ്. എന്താണ് കിഴക്കൻ റോമ സാമ്രാജ്യ തലസ്ഥാനം? കോൺസ്റ്റാന്റിനോപ്പോൾ ആണ്. ഈ കോൺസ്റ്റാന്റിനോപ്പോൾ ഇന്ന് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇസ്താംബൂൾ ആണ്. കോൺസ്റ്റാന്റിനോപ്പോൾ ഇന്ന് അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്ന പേരിലാണ്. അതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ പരീക്ഷയ്ക്ക് വരും, ശ്രദ്ധിക്കണം. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്ന സ്ഥലം അത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അവിടേക്കുള്ള പ്രധാന പ്രവേശന കവാടം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? കോൺസ്റ്റാന്റിനോപ്പോൾ ആണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം 1453 ആണ്. തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 1453 ആണ്. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്താണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, മക്കൾ ശ്രദ്ധിക്കണം. അതായത് കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ആളുകൾ പലായനം ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ചോദിച്ചതിന്റെ ഉത്തരം ഇറ്റലിയാണ്. പലായനം ചെയ്തത് ഇറ്റലിയിലേക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും കാണണം എന്നുള്ളൊരു എന്നോട് ഒന്ന് മെസ്സേജ് അയക്കുമോ? ടീച്ചർ ഞങ്ങൾക്ക് കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടീച്ചർക്ക് ഹാപ്പി ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് മെസ്സേജുകൾ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് മക്കൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ടീച്ചർ, ഞങ്ങൾക്ക് സൗണ്ടും ടീച്ചറെയും കാണാൻ പറ്റുന്ന മെസ്സേജ് അയച്ചാൽ ടീച്ചർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ആരോൺ, സോ നമ്മൾ പോവാണ് പ്രധാനപ്പെട്ട അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യം അത് ഇറ്റലിയാണ്. ചോദ്യം ശ്രദ്ധിക്കാം. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇറ്റലിയാണ്. അതുപോലെ 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇറ്റലിയാണ്. ഓക്കെ, താങ്ക് യു അഖിൽ, താങ്ക് യു. ഓക്കെ, അടുത്ത ചോദ്യം. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നവോത്ഥാന തുടക്കം കുറിച്ച രാജ്യം ഇറ്റലിയാണ്. അതുപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക മക്കള്. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നത് മാനവികത എന്ന പേരിലാണ്. ചോദ്യം ശ്രദ്ധിക്കാം. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മാനവികത എന്ന പേരിലാണ്. അപ്പൊ നമ്മൾ കാറ്ററ്റിന് ഒരുങ്ങുന്നവരെ കാറ്ററ്റ് 1 ഉം 2 ആയാലും 7 വരെയുള്ള പാഠങ്ങൾ 7ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് ഭാഗങ്ങൾ ഒരുങ്ങി പോവാൻ ശ്രമിക്കാം. നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്കാണ്. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. പരീക്ഷയ്ക്ക് വരും. അതുപോലെ നിങ്ങൾക്ക് പരീക്ഷ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഡിവൈൻ കോമഡി ആരുടെയാണ്? ദാന്തെ. ഡിവൈൻ കോമഡി ആര് രചിച്ചതാണ്? ദാന്തെ രചിച്ചതാണ് ഡിവൈൻ കോമഡി. അതുപോലെ ദെക്കാമറൻ കഥകൾ ബൊക്കാച്ചിയോ. സ്ഥിരം പേപ്പറിൽ വരും. ദെക്കാമറൻ കഥകൾ ആരുടേതാണ്? ബൊക്കാച്ചിയോടെയാണ്. അതുപോലെ ഡോൺ കിക്സോട്ട് ആരുടെയാണ്? സെർവാന്തെ. ഡോൺ ക്വിക്സോട്ട് രചിച്ചത് സെർവാന്തെയാണ്. അതുപോലെ ഇൻ പ്രൈസ് ഓഫ് ഫോളി രചിച്ചത് ആരാണ്? ഇറാസ്മസ് ആണ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി രചിച്ചത്. അപ്പൊ ഇതൊക്കെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പൊ സോഷ്യലിൽ വരാവുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ നമുക്ക് ടീച്ചർ വളരെ പറയാം. നമുക്ക് ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ ചിത്രങ്ങളാണ് മൊണാലിസയും അവസാനത്തെ അത്താഴവും. ഇത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? അതായത് നമുക്ക്
ലിയനാർഡോ ഡാവിഞ്ചിയില്. അപ്പൊ വഞ്ചിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? മൊണാലിസ അവസാനത്തെ അത്താഴം കഴിച്ചു എന്നുള്ള ഒരു കോഡ് കൂടെ അത് ഓർത്തിച്ചാൽ മതി. എന്താ ടീച്ചർ പറഞ്ഞേ? അതായത് ഡാവിഞ്ചി വഞ്ചിയിൽ ഇരുന്നിട്ട് മൊണാലിസ അവസാനത്തെ അത്താഴം കഴിച്ചു. അതായത് ഡാവിഞ്ചിയുടെ പ്രധാന ചിത്രങ്ങളാണ് മൊണാലിസയും അവസാനത്തെ അത്താഴവും എന്ന് ഓർത്താൽ അത് ഓക്കെ ആയി. പിന്നെ അത് തെറ്റിക്കില്ല മക്കള്. അതുപോലെ ഒരു ചോദ്യം വരാം. മൊണാലിസ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലാണ്. മൊണാലിസയുടെ ആ ചിത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ പാരീസിലാണെന്ന് മക്കൾ ഓർക്കുക. അതുപോലെ അടുത്തൊരു ചോദ്യം, അന്ത്യവിധി എന്ന ചിത്രം രചിച്ചത് മൈക്കൽ ആഞ്ചലോ. ഈ അന്ത്യവിധിയും നമ്മുടെ മൊണാലിസയും തമ്മിൽ നമുക്ക് തെറ്റുപറ്റും. അപ്പോൾ അന്ത്യവിധി എന്ന ചിത്രം രചിച്ചത് മൈക്കൽ ആഞ്ചലോ ആണ്. അതുപോലെ ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേൽ ആണ്. ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേൽ തെറ്റരുത് കേട്ടോ. ഇനി ഗട്ടാ മെലീത്തയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചത്? ഡൊണാറ്റലോ. ഗട്ടാ മെലീത്തയുടെ ശില്പി ഡൊണാറ്റലയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ്. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ്, തെറ്റുപറ്റരുത്. അതുപോലെ അടുത്തത്, ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് പറയുകയും ചെയ്ത ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. അതുപോലെ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ജോഹൻസ് ഗുട്ടൻബർഗ്. ജർമ്മൻകാരനാണ് ഈ ഗുട്ടൻബർഗ് എന്ന കാര്യം ഓർക്കണം. അതുപോലെ അടുത്തൊരു ചോദ്യം, മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനി. മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനിയിൽ മതനവീകരണത്തിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? നമ്മുടെ മാർട്ടിൻ ലൂതർ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണത്. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി അതാരാണ്? മാർട്ടിൻ ലൂതർ ആണ്. ഓർത്തു വെക്കാം. അതുപോലെ വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ട് ആണ്. അതുപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്ത് പോവാം. നമുക്കറിയാം വാസ്കോഡ ഗാമ എത്തിയില്ലേ? വാസ്കോഡ ഗാമ അടുത്ത പാഠത്തിലേക്ക് കടക്കാട്ടോ. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയത് 1498 മെയ് മാസത്തില്. 1498 മെയ് മാസത്തിലാണ് വാസ്കോഡ ഗാമ എത്തിയത്. ഇനി വാസ്കോഡ ഗാമ എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന ആരാണ്? സാമൂതിരിമാരാണ് ഭരിച്ചിരുന്നത്. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയപ്പോൾ ആരാണ് ഭരിച്ചിരുന്നത്? സാമൂതിരിമാരാണ് ഭരിച്ചിരുന്നത്. ഇനി ഈ സാമൂതിരിമാരെ കോഴിക്കോട് എത്തിയപ്പോൾ അവിടെ സാമൂതിരിമാരെ അതിനുള്ള സൗകര്യം കൊടുത്തില്ല. അപ്പോൾ അവിടുന്ന് വാസ്കോഡ ഗാമ പിന്നീട് കച്ചവടത്തിനായിട്ട് പോയ സ്ഥലം ഏതാണെന്ന് ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം കണ്ണൂരാണ്. പിന്നീട് പോയത് കണ്ണൂരിലേക്കാണെന്ന് മക്കൾ ഓർത്തു വെക്കാം. ചോദ്യം വന്നാൽ നമുക്ക് എഴുതാലോ. ഇനി നമുക്ക് വളരെ പ്രധാന ചോദ്യമാണ്, തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട അത് ആരാണ് നിർമ്മിച്ചത്? പോർച്ചുഗീസുകാരാണ് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത്. അതുപോലെ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട, ഇതെന്നൊക്കെ ഒരു ചോദ്യം വരാം. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് എന്താണ്? പറങ്കികൾ എന്താണ്? പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് പറങ്കികൾ എന്നാണ്. അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകള് പൈനാപ്പിള്, പേരയ്ക്ക, പപ്പായ, അത് ജസ്റ്റ് ഓർത്ത്. പിന്നെ അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം എന്ന കലാരൂപം കൊണ്ടുവന്നത് ആരാണ്? ചവിട്ടുനാടകം പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നത്. അതുപോലെ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലിമരയ്ക്കാന്മാർ. അപ്പൊ ഈ കുഞ്ഞാലിമരയ്ക്കാന്മാരുടെ ചോദ്യം സാധാരണ പേപ്പറിൽ കാണാറുണ്ട്. അതായത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ എന്തറിയപ്പെടുന്നു? കുഞ്ഞാലിമരയ്ക്കാന്മാർ എന്ന് അറിയപ്പെടുന്നു. ഇനി ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങള് കൊച്ചി, കൊല്ലം. കൊച്ചിയും കൊല്ലവുമാണ്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് കടക്കാൻ പോണ് കുളച്ചൽ യുദ്ധം നടന്നത് ആര് തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധം നടന്ന വർഷം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുകയാണ് 1741. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. അത് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ്. ചോദ്യം ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് നമുക്കറിയാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ആണ്. അത് തമ്മിലൊരു മിസ്റ്റേക്ക് വരരുത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി
1664 1664 വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമുക്ക് നോക്കാം. അതായത് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കലാണ്. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. അത് ഓർത്തു വെക്കാട്ടോ മക്കള്. ഇനി നമുക്ക് അവിടെ നിന്ന് വരാവുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടി കവർ ചെയ്യാം. ഓക്കെ. ഇനി കർണാട്ടിക് യുദ്ധങ്ങൾ ആര് തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആര് തമ്മിലാണ്? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇവ കർണാട്ടിക് എന്ന പേരിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമുണ്ട്, മക്കൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നമ്മൾ നടന്ന യുദ്ധം എവിടെ വെച്ചായിരുന്നു? തമിഴ്നാട്ടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങള് കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. പ്രദേശമായിരുന്നു. ഈ കർണാട്ടിക് പ്രദേശങ്ങളിൽ വെച്ച് നടന്ന യുദ്ധങ്ങളായതുകൊണ്ടാണ് ഇവയെ എന്ത് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല അവയെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയാൻ കാരണം. ഈ കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ഫ്രഞ്ചുകാരാണ് കർണാട്ടിക് യുദ്ധത്തിലെ പരാജയപ്പെട്ടത്. അത് ഓർത്തു വെക്കാം. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം അത് സൂറത്താണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. ടീച്ചറെ ഇത് ഫുള്ളായിട്ട് പാഠങ്ങൾ എടുത്തു പോവാണ് കേട്ടോ നിങ്ങൾ സോഷ്യല്. അപ്പൊ ഓരോ പാഠങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂറത്താണെന്ന് പറഞ്ഞു. ഈ സൂറത്ത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ്. അതുപോലെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലം അത് ബംഗാളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ബംഗാളാണ് കേട്ടോ. അത് പരീക്ഷയ്ക്ക് വരും. ഇനി അടുത്ത ടോപ്പിക്കിൽ നമ്മൾ കടന്നു കഴിഞ്ഞു. പ്ലാസി യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞു കേട്ടോ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഒക്കെ ടെക്സ്റ്റ് ബുക്കാണ്. SCERT ടീച്ചർ വായിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഇനി ഈ പ്ലാസി യുദ്ധം നടന്നത് ആര് തമ്മിലായിരുന്നു? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു എന്ത് നടന്നത്? പ്ലാസി യുദ്ധം നടന്നത് എന്ന് ആലോചിക്കാം. ഇനി ഈ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ ആരായിരുന്നു? മിർ ജാഫർ. സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അതായത് പ്ലാസി യുദ്ധത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപന്റെ പേരാണ് മിർ ജാഫർ. ഓർത്തു വെക്കാട്ടോ. അത് പരീക്ഷയ്ക്ക് വരും. അടുത്ത വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. ഓർത്തു വെക്കാം. ഇനി ബക്സാർ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. ആരാ വിജയിച്ചത്? ബ്രിട്ടീഷുകാരെ വിജയിച്ചു. ഇനി ബംഗാള്, ചോദ്യം ഇങ്ങനെയായിരിക്കും, ബംഗാള് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകാൻ കാരണമായ യുദ്ധം. ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകാൻ കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ അത് ബക്സാർ യുദ്ധമാണ്. അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി. ബക്സാർ യുദ്ധം. ബംഗാള് കീഴിലാവാൻ കാരണം ബക്സാർ യുദ്ധമാണെന്ന് ഓർക്കാം. ഇനി അടുത്ത നമ്മൾ മൈസൂർ യുദ്ധത്തിലേക്ക് കടന്നു. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. അപ്പൊ മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്രിട്ടീഷുകാരും അതുപോലെ ടിപ്പു സുൽത്താൻ തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മൈസൂരിന് ആ കാലഘട്ടത്തിൽ മൈസൂർ വളരെ പ്രബല ശക്തിയായിട്ട് തീർന്നിരുന്നു. ആ പ്രബല ശക്തിയാവാൻ നേതൃത്വം കൊടുത്ത നേതാക്കളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. എന്താ പറയാ? ഹൈദർ അലിയും ടിപ്പു സുൽത്താനുമാണ് മൈസൂർ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുന്നിട്ട് നിന്നത്. ഇനി ഈ മൈസൂർ യുദ്ധങ്ങളിലൂടെ എന്തുണ്ടായി? ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലേക്ക് കുറച്ച് സ്ഥലങ്ങൾ പോയി. അത് ഏതൊക്കെയാണ്? മലബാറും കൂർഗുമാണ്. കൂർഗ് ഈ രണ്ട് പ്രദേശങ്ങളാണ് ഈ മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാരുടെ കീഴിലായ പ്രദേശങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ബ്രിട്ടീഷുകാർക്ക് എത്ര യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു? 4 മൈസൂർ യുദ്ധങ്ങൾ ഉണ്ട് കേട്ടോ. എത്ര യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു? 4 മൈസൂർ യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനി ഈ ടിപ്പു സുൽത്താന്റെ മരണത്തിന് ഇടയാക്കിയ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ അത് 4ാം മൈസൂർ യുദ്ധമാണ്. അതായത് നമ്മുടെ ടിപ്പു സുൽത്താൻ മരിച്ചു. ആ ടിപ്പു സുൽത്താൻ മരിക്കാൻ കാരണമായ
യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? 4ാം മൈസൂർ യുദ്ധമാണ്. ഇനി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അത് എപ്പോഴും, അതായത് 3ാം യുദ്ധത്തിന് ശേഷം, 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം നമ്മുടെ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണം എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർത്തു വെക്കണം, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ആര് തമ്മിൽ നടന്ന ഉടമ്പടിയാണ്? നമ്മുടെ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണം എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഉടമ്പടിയാണ്. ഇനി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി എന്താണ് ചോദ്യമെങ്കിൽ, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതാണെന്ന് ചോദ്യമാണെങ്കിൽ അതിന്റെ ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഇനി അടുത്ത നമ്മൾ മറാത്ത യുദ്ധം, ഇതൊക്കെ ചോദ്യങ്ങൾ വരാം. അതായത് മറാത്ത യുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധമാണ് മറാത്ത യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്, മാത്രം ഓർത്തു വെക്കാം. ഇനി അടുത്ത ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയിൽ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂര്, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂര്, ഇൻഡോർ. അത് കഴിഞ്ഞു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ദത്താവകാശ നിരോധന നിയമപ്രകാരം പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ സാമ്പൽപൂർ, സത്താർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടന്നു. വളരെ പെട്ടെന്ന് തന്നെ ടീച്ചർ ഇമ്പോർട്ടന്റ് കാര്യം പറയാം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന നഗോഡകൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? നഗോഡകൾ എന്ന പേരിലാണ്. നഗോഡകൾ. 3ാമത്തെ പാഠത്തിലേക്ക് കടന്നിട്ട് നമ്മൾ. അപ്പൊ ഇന്ന് തന്നെ നമുക്ക് പാർട്ട് 1 അവസാനിപ്പിക്കാം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്നത് നഗോഡകൾ എന്ന പേരിലാണ്. ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സ്വന്തം പെരുവിരല് മുറിച്ചു മാറ്റിയ കർഷകർ ആരാണെന്ന് ചോദിച്ചാൽ അത് നഗോഡകളാണ്. അത് നഗോഡകളാണ്. ഇനി പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടിരുന്നത് സാഹുക്കാർ. പണം പലിശയ്ക്ക് കൊടുക്കപ്പെടുന്ന അറിയപ്പെടുന്നത് സാഹുക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് എന്നാണ്? 1853 ഏപ്രിൽ 16. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യ റെയിൽവേ എവിടെ നിന്നായിരുന്നു? ബോംബെ ടു താനെയായിരുന്നു. എത്ര കോച്ചുകൾ ഉണ്ടായിരുന്നു? 14 കോച്ചുകളാണ് ഉണ്ടായിരുന്നത്. ഇനി ആകെ യാത്രക്കാരുടെ എണ്ണം എത്രയാണ്? 400 യാത്രക്കാരനാണ് ഉണ്ടായിരുന്നത്. ഇനി അത് അപ്പോൾ നമ്മൾ ഇന്ത്യയിലത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഒന്നുകൂടി പറയാം. 1853 ഏപ്രിൽ 16 ബോംബെ ടു താനെ 14 കോച്ചുകൾ ഉണ്ടായിരുന്നു. അതുപോലെ 400 യാത്രക്കാരുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ എന്നാണ് ആരംഭിച്ചത്? 1861 മാർച്ചിൽ. കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത് 1861 മാർച്ചിലാണെന്ന് ഓർക്കുക. 53 ഇന്ത്യയിലും കേരളത്തിലെത്തുമ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം 1861 മാർച്ച്. ഇനി കേരളത്തിലെ ആദ്യത്തെ എവിടേക്കാണ്? തിരൂർ ടു ബേപ്പൂരാണ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ തിരൂർ ടു ബേപ്പൂരാണ് ആദ്യത്തെ ഉണ്ടായിരുന്നത്. തിരൂർ ടു ബേപ്പൂര്. അത് ഓർക്കട്ടെ മക്കളെ. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ. അതാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. ഇനി മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം എന്ന് ചോദിച്ചാൽ 19ാം നൂറ്റാണ്ട്. ഇനി മാപ്പിള കലാപങ്ങൾ അറിയപ്പെടുന്നതാണ് മലബാർ കലാപം. ഇതൊക്കെ SCERT ടെക്സ്റ്റ് ആണ്, ടീച്ചർ വായിച്ചു തരണം കേട്ടോ. മാപ്പിള കലാപങ്ങൾ അറിയപ്പെടുന്നത് മലബാർ കലാപങ്ങൾ എന്ന പേരിലാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മാപ്പിള കലാപങ്ങൾ അറിയപ്പെടുന്നത് മലബാർ കലാപങ്ങൾ എന്ന പേരിലാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗം സാന്താൾമാർ. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് എന്ത്? സാന്താൾമാര്. അത് ഓർക്കാം. നമുക്കറിയാം സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധുവും കാനുവുമാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കും സിദ്ധുവും കാനുവും. ഇനി അവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. തിരുനെൽവേലിയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. പരീക്ഷയ്ക്ക് ചോദിക്കും തിരുനെൽവേലിയിലെ ആരാണ് ഇങ്ങനെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. സ്ഥിരം ഒരു ചോദ്യമാണ്. അത് കണ്ണൂരിൽ നിന്നാണെങ്കിൽ അത് കിട്ടൂര്
ചിന്നമ്മയാണ്. കർണാടകയിലെ കിട്ടൂര് ചിന്നമ്മ. തിരുവിതാംകൂറിലാണെങ്കിൽ വേലുത്തമ്പി ദളവയാണ് നേതൃത്വം കൊടുത്തത്. കൊച്ചിയിലാണെങ്കിൽ പാലിയത്തച്ഛൻ. ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓർത്തു വെക്കണം. ടീച്ചർ ഒന്നുകൂടി പറയാം. തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയിലാണെങ്കിൽ അത് മരുതു പാണ്ഡ്യൻ. മലബാറിലാണെങ്കിൽ പഴശ്ശിരാജ. കർണാടകയിലാണെങ്കിൽ കിട്ടൂർ ചിന്നമ്മ. തിരുവിതാംകൂറിലാണെങ്കിൽ വേലുത്തമ്പി ദളവ. കൊച്ചിയിലാണെങ്കിൽ പാലിയത്തച്ഛൻ. ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്ത പാഠത്തിൽ നമ്മൾ ഒരു കുറച്ചുകൂടി കഴിഞ്ഞ അടുത്ത പാഠത്തിലേക്ക് കടക്കും. അടുത്ത ചോദ്യമാണ്, രണ്ടാം പഴശ്ശി യുദ്ധകാലത്ത് മലബാർ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ ആയിരുന്നു. രണ്ടാം പഴശ്ശി യുദ്ധകാലത്ത് മലബാർ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ. സ്ഥിരമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത്. ഇനി അതുപോലെ ചോദിക്കാം, പഴശ്ശിരാജയെ സഹായിച്ചവരെ. ഈ പഴശ്ശി യുദ്ധത്തിന് ഒരു പഴശ്ശി യുദ്ധം ഉണ്ടായല്ലോ. ആ പഴശ്ശി യുദ്ധത്തിലെ പഴശ്ശിരാജയെ സഹായിച്ചവർ ആരത്തിന്? തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ഇതൊക്കെ നമുക്ക് സിനിമയിൽ കേട്ട് നല്ല പരിചയമുണ്ട്. പരീക്ഷയ്ക്ക് വരുമ്പോൾ മക്കൾ കൃത്യമായിട്ട് എഴുതണം. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ ആരെല്ലാം? തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ഇനി നമ്മൾ വേലുത്തമ്പി ദളവയിലേക്ക് കടന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നു കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വളരെ കൃത്യമായിട്ട് കുറെ കാര്യം കൊടുക്കുന്നത്, അതൊക്കെ കവർ ചെയ്ത് പോവാം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? തിരുവിതാംകൂറിലാണെങ്കിൽ വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് വേലുത്തമ്പി ദളവയാണെന്ന് മക്കൾ ഓർക്കണം. അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് ആര്? കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ. SCRT ടെക്സ്റ്റ് ബുക്കാണ് ടീച്ചർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് വേലുത്തമ്പി ദളവയെ സഹായിച്ചത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനാണ് മക്കൾ ഓർക്കണം. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി ദളവ നടത്തിയ ആഹ്വാനമാണ് കുണ്ടറ വിളംബരം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കുണ്ടറ വിളംബരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നത്? വേലുത്തമ്പി ദളവയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷം ഓർക്ക 1809 കേട്ടോ. 1809. ഇനി ടെക്സ്റ്റ് ബുക്ക് കടക്കാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. നമുക്കറിയാം എന്താണ് കാരണമെന്ന് നമുക്കറിയാലോ. അതായത് ശിപായികൾക്ക് നൽകിയിരുന്ന തോക്കുകളിലെ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ടീച്ചർ സ്പീഡിൽ പറയുന്നതുകൊണ്ട് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പഠിച്ച ടോപ്പിക്കാണ് ടീച്ചർ വേഗം പറഞ്ഞത്. ഇനി ശിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് ആരാണ്? മംഗൾ പാണ്ഡെ. ചോദ്യം വരും കേട്ടോ. ശിപായിമാർക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെയാണ് കേട്ടോ. മംഗൾ പാണ്ഡെ നമുക്കറിയാം, തെറ്റിക്കരുത്. ഇനി അവിടെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് സ്ഥലങ്ങളും അതിന് നേതൃത്വം കൊടുത്തവരും ചോദിക്കും. ഒരെണ്ണം പരീക്ഷയ്ക്ക് ഉണ്ടാവും. കാൺപൂര് നേതൃത്വം കൊടുത്ത നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരെ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി. ലക്നൌവിലാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിലാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദ് ആണെങ്കിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് ആണെങ്കിൽ മൗലവി അഹമ്മദുള്ള. ആരയിലാണെങ്കിൽ കൺവർ സിംഗ്. ആരയിൽ നിന്ന് കൺവർ സിംഗ്. എങ്ങനെ ഓർത്ത് വെക്കാന്ന് ഞാൻ പറയാം. ഝാൻസി റാണി ലക്ഷ്മിബായി നമുക്കറിയാം. അപ്പൊ അത് പരീക്ഷയ്ക്ക് തെറ്റിക്കുന്ന മക്കൾ എഴുതും. പിന്നെ കാൺപൂര് നാനാ സാഹിബും താന്തിയ തോപ്പിയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു. നാനാ സാഹിബും താന്തിയ തോപ്പി എവിടെയാണ്? കാൺപൂര്. അത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കാം. അതുപോലെ ലക്നൌവിലെ ബീഗം ലക്കുള്ള ആളെന്ന് ഓർത്താൽ മതി. ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹലാണ്. ഓക്കെ, നമ്മൾ അടുത്ത് ചോദിക്കാൻ കിടക്കാണ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപം ആരംഭിച്ച സ്ഥലമാണ് മീററ്റ്. ഇനി ഈ കലാപത്തിന് ഇറങ്ങിയ സൈനികർ എന്ത് ചെയ്തു? ഡൽഹിയിൽ എത്തിയിട്ട് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഒരു മുഗൾ ഭരണാധികാരിയെ നിയമിച്ചു. അതാണ് ബഹദൂർ ഷാ രണ്ടാമനെ നിയമിച്ചു. കലാപത്തിന് ഇറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ. ഈ ബഹദൂർ ഷാ രണ്ടാമൻ തന്നെയാണ് ബഹദൂർ ഷാ സഫർ എന്നും പറയുന്നത്. ബഹദൂർ ഷാ സഫർ എന്നും പറയുന്നത്. അപ്പൊ ഇങ്ങനെ യുദ്ധം ഉണ്ടായപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ എന്ത് ചെയ്തു? ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് എവിടേക്കാണ്? റങ്കൂണിലേക്ക്. അപ്പൊ എന്ത് ചെയ്തു? ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തി എവിടേക്കാണ്? റങ്കൂണിലേക്കാണ് നാട് കടത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. അപ്പോൾ ഈ ഭാഗങ്ങൾ കഴിയാൻ പോവാണ്. ഇനി നമ്മൾ അടുത്ത് കടക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1857 വിപ്ലവത്തിന്റെ ഭാഗങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യവും ടീച്ചർ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത പാഠത്തിലേക്ക് കടന്നിട്ട് 4ാം പാഠത്തിലേക്ക് കടന്നു. നിങ്ങളുടെ പാർട്ട് 1 ടീച്ചർ അവസാനിപ്പിച്ച് തരും. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റായ്. തെറ്റിക്കരുത്. സതി, ശൈശവ വിഭാഗം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭു. എന്താണ്? വില്യം ബെന്റിക് പ്രഭു. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം. ഇനി ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റായ് ആണ്. രാജാറാം മോഹൻ റായ് ആണ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്ന പൊതു സന്ദേശം പ്രചരിപ്പിച്ചതും രാജാറാം മോഹൻ റായ്. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള 1 വേർഡ്സ് ആണ്. മക്കളിത് ഓർത്തിട്ട് പോണം.
അടിസ്ഥാനപരമായിട്ട് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് വാദിച്ചത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അടുത്തേക്ക് കടക്കാണ്. ഒരു ചോദ്യം. സതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പരീക്ഷയ്ക്ക് വരാം. വില്യം ഫോസ്റ്റർ ആണ് കേട്ടോ. ടെക്സ്റ്റിൽ അത് കള്ളിയിൽ കൊടുത്തിട്ടുണ്ട്, ബോക്സിൽ കൊടുത്തൊരു ചോദ്യമാണ്. വില്യം ഫോസ്റ്റർ ആണ് സതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ഫോസ്റ്റർ. അടുത്ത ടോപ്പിൽ കടന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയിലേക്ക് നമ്മൾ കടന്നു. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെ എതിർത്ത നവോത്ഥാന നായകനാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകൻ. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ആര്യസമാജം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ആളിലേക്ക് കടക്കാൻ പോവാണ്. ജ്യോതിറാവു ഫുലെ. വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിറാവു ഫുലെ. ടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട് കൊടുത്തിട്ടുള്ള ആളാണ് ജ്യോതിറാവു ഫുലെ. ചോദ്യം ഒന്നുകൊണ്ട് ടീച്ചർ പറയാം. വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ജ്യോതിറാവു ഫുലെ. 12 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചതും ആരാണ്? ജ്യോതിറാവു ഫുലെയാണ് വാദിച്ചത്. ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക സമാജം. കഴിഞ്ഞു. അടുത്ത ടോപ്പിക് പണ്ഡിത രമാബായി. അതാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പണ്ഡിത രമാബായി ആണ് സ്ഥാപിച്ചത്. ആ ചോദ്യം അവിടെ പ്രതീക്ഷിക്കാം. ഇനി മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതും സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇനി മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിൽക്കാലത്ത് അറിയപ്പെട്ടതാണ് എന്ത് പേര്? അലിഗഡ് മുസ്ലിം സർവകലാശാല. പിൽക്കാലത്ത് എന്തറിയപ്പെട്ടു? അലിഗഡ് മുസ്ലിം സർവകലാശാല. അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നു. സ്വാമി വിവേകാനന്ദയിലേക്ക് കടക്കാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് പ്രാധാന്യം കൊടുത്ത ആളാണ് ആര്? സ്വാമി വിവേകാനന്ദൻ എന്ന് ഓർക്കണം. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസര്. ഇനി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അപ്പൊ ആ ടോപ്പിക് കഴിഞ്ഞു. അടുത്തേക്ക് നമ്മൾ പോവാണ്. ഇന്ത്യൻ ദേശീയതയിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. വർഷം ചോദിക്കാറുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 എന്ന് ഓർക്കാം. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? തേജുപാൽ സംസ്കൃത കോളേജ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, തേജുപാൽ സംസ്കൃത കോളേജ്. ഈ തേജുപാൽ സംസ്കൃത കോളേജ് എവിടെയാണ്? ബോംബെയിലാണ് തേജുപാൽ സംസ്കൃത കോളേജ്. ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. ഈ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് W.C. ബാനർജി. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് W.C. ബാനർജിയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് ആരാണ്? A.O. ഹ്യൂമാണ് മുൻകൈയെടുത്ത് A.O. ഹ്യൂമാണ് മുൻകൈയെടുത്തത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യ യോഗ പ്രസംഗത്തിൽ സംസാരിച്ചത് W.C. ബാനർജി ആണെന്ന കാര്യം ഓർക്കാം. അപ്പൊ ആ ഭാഗം അത്രയും പൊട്ട് കഴിഞ്ഞു. ഇനി ദേശീയ പ്രസ്ഥാനങ്ങളുണ്ട്. അതിന്റെ പ്രധാന ഭാഗത്ത് കടക്കാൻ പോകുന്നത് മിതവാദ ദേശീയതയുമുണ്ട്, തീവ്ര ദേശീയതയുമുണ്ട്. മിതവാദമുണ്ട്, തീവ്രമുണ്ട്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഓർത്തു വെക്കണം. 1885 മുതൽ 1905 വരെ. അപ്പൊ എത്ര കാലമുണ്ട് മക്കളെ? 20 വർഷം കേട്ടോ. 1885 മുതൽ 1905 വരെയാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ മിതവാദ ദേശീയത പറഞ്ഞില്ലേ, അതിന്റെ നേതാക്കളുടെ പേരെന്താണ്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയബ്ജി, ഫിറോസ് ഷാ മേത്ത. ഉൾപ്പെട്ടവരാരെന്ന ചോദ്യം പ്രതീക്ഷിക്കണം. കേട്ടറ്റിനായാലും പ്രിലിംസിനായാലും ശ്രദ്ധിക്കുക. അപ്പൊ ആരൊക്കെയാണ് മിതവാദ ദേശീയവാദത്തിന്റെ പ്രധാന നേതാക്കൾ? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇനി നമ്മൾ ചോർച്ചാ സിദ്ധാന്തത്തിലേക്ക് കടന്നു. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. പ്രധാന സംഭാവന ചോർച്ചാ സിദ്ധാന്തമാണ്. നമുക്കറിയാം നമ്മുടെ പൈസയൊക്കെ ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നുണ്ട് എന്നൊരു ചിന്ത ആര് കൊണ്ടുവന്നു? ദാദാഭായ് നവറോജി പ്രതിപാദിച്ചു കേട്ടോ. ആ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത് തീവ്ര ദേശീയതയിലേക്ക് കടന്നു. തീവ്ര ദേശീയത കാലഘട്ടം നമുക്കറിയാം ബംഗാൾ വിഭജനം, അതായത് 1905 വരെ
മിതവാദത്തിന് ദേശീയതയാണ് 1905 വരെ. അതിനുശേഷം എന്താ തീവ്ര ദേശീയതയാണ്. അതിന് നേതൃത്വം കൊടുത്ത ആരാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത്, ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് അല്ലെ, ലാൽ ബാൽ പാൽ എന്താണ് ലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ലാലാ ലജ്പത് റായ്. അതുപോലെ എന്താണ് പാൽ എന്ന് പറഞ്ഞ ബിപിൻ ചന്ദ്രപാലാണ്, ബാലഗംഗാധര തിലക്. അപ്പം 3 പേരോട്. തീവ്ര ദേശീയതയുടെ മുഖ്യ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകാണ്. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നതും ആരാണ്? ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകാണ്. ഇനി അവിടെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? മറാത്ത കേസരി. മറാത്ത കേസരി കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് നടത്തിയത്. ഇനി നമുക്കറിയാം ബംഗാളിന്റെ വിഭജനത്തിൽ കടന്നു. ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ബംഗാളിനെ 2ആയി വിഭജിച്ച വർഷം 1905 ആണ്. 1905 ബംഗാളിനെ വിഭജിച്ചത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവാണ് വിഭജിച്ചത്. ഇനി നമുക്കറിയാം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നൊരു മുദ്രാവാക്യം ആ സമയത്ത് വന്നു. ഇനിയൊരു ചോദ്യമുണ്ട്, വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചത് എന്താണ്? ശർക്കരയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നതെന്ന് ഓർക്കാം. ഇനി സർവേന്ത്യ മുസ്ലിം ലീഗാണ് പ്രധാന ടോപ്പിക്കാണിത്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടന ഏതെന്ന് ചോദിച്ച സർവേന്ത്യ മുസ്ലിം ലീഗ്. സർവേന്ത്യ മുസ്ലിം ലീഗ്. ഈ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1906. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1905 വിഭജനം, 1906 സ്ഥാപിതമായത്. ഇത് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. ഈ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിലാണെന്ന കാര്യം മക്കൾ ഓർക്കണം. ഇനി ഈ സർവേന്ത്യ മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും. ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും. ഇനി അടുത്ത ടോപ്പിലേക്ക് സൂറത്ത് പിളർപ്പിലേക്ക് കടക്കാൻ പോവാണ്. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒരു സമ്മേളനം ചോദിക്കും, പഠിച്ചു വെക്കുക. സൂറത്താണ്. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സൂറത്ത്. സൂറത്തിലാണ് നടന്നത് കേട്ടോ. അടുത്ത ചോദ്യം, മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമയം. കോൺഗ്രസ് പിളർന്ന സമ്മേളനമാണേത്? കോൺഗ്രസ് പിളർന്ന സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പേരെ അറിയാം, ഇപ്പോൾ കുറച്ച് പേര് എനിക്ക് അറിയില്ല. സോ ഓക്കെ, താങ്ക് യു. ക്ലാസ് കാണാൻ വന്നതിന് താങ്ക് യു കേട്ടോ. ഇനി കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞ പിളർപ്പ് അറിയപ്പെടുന്നതാണ്. കോൺഗ്രസ് മിതവാദി അങ്ങനെ പിരിഞ്ഞില്ലേ, അത് അറിയപ്പെടുന്നതാണ് സൂറത്ത് പിളർപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി വളരെ പ്രധാന ടോപ്പിക്കാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് എന്താണ്? ഹോം റൂൾ പ്രസ്ഥാനമാണ്. ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, ഹോം റൂൾ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ബാലഗംഗാധര തിലകും ആനി ബസന്റുമാണ്. ബാലഗംഗാധര തിലകും ആനി ബസന്റുമാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916 ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം 1893. അതായത് ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 1893 അടുത്തത് ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലക്നൗ സമ്മേളനം നടന്നത്. ലക്നൗ സമ്മേളനം നടന്നത് 1916 ലക്നൗ സമ്മേളനം നടന്നത് 1916 ഇനി ഈ 16 എന്തുണ്ടായി? ഇവര് പിരിഞ്ഞല്ലോ. ഇവര് പിരിഞ്ഞവര്, ഈ മിതവാദികളും തീവ്രദേശികളും പിരിഞ്ഞവര് ഒന്നിച്ചു ചേരാൻ തീരുമാനിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ ലക്നൗ സമ്മേളനം. എങ്ങനെ ഓർത്തിരിക്കാം? ലക്നൗ അവർ ഒന്നിച്ചു ഓർക്കാം. 1916 ലക്നൌവിൽ നടന്ന സമ്മേളനത്തിലാണ് അവർ ഒന്നിച്ചു ചേർന്നതെന്ന് ഓർക്കാം കേട്ടോ, പരീക്ഷയ്ക്ക് വരാം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ട് ഒരു ഉടമ്പടി വെച്ചു. ആ ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടിയപ്പോൾ അവിടെ മുസ്ലിം ലീഗുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആ ഉടമ്പടി അറിയപ്പെടുന്നതാണ് എന്ത്? ലക്നൗ ഉടമ്പടി. ലക്നൗ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ ചാപ്റ്റർ 5 കടന്നു. അടുത്ത ചോദ്യം, സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തി നടപ്പാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ. നമുക്കറിയാം സ്കൂളിലെ സമ്പൂർണ്ണ എന്നൊരു പരിപാടിയുണ്ട്. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ പദ്ധതി. ഇനി അവിടെ ചോദ്യം വരും. നമുക്കറിയാം 3 തരം മേഖലകളുണ്ട്. പ്രാഥമിക സാമ്പത്തിക പാഠത്തിന്റെ പേര് പറയാം, സാമ്പത്തിക സ്രോതസ്സുകൾ,
5ാം പാഠം എത്തിയിട്ട് നമ്മൾ ഇപ്പൊ കഴിയും നമ്മുടെ പാർട്ട് 1 ബുക്ക് നമ്മൾ ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യും. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖല. അതായത് കൃഷി ഏത് വിഭാഗത്തിൽപ്പെടുന്നെന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖല. കൃഷി പ്രാഥമിക മേഖലയാണ് ചോദ്യം വരും കേട്ടോ. ഇനി പ്രാഥമിക മേഖലയിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അത് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഏത് മേഖലയാണെന്ന് ചോദിച്ചാൽ അത് ദ്വിതീയ മേഖല. ഏത് മേഖലയാണ്? ദ്വിതീയ മേഖലയിലാണ്. ഇപ്പൊ കാർഷിക മേഖല പ്രാഥമിക മേഖലയാണെന്ന് പറഞ്ഞു. അതിനുശേഷം വ്യവസായങ്ങൾ നടക്കുന്നത് എന്നാണ്? ദ്വിതീയ മേഖലയാണ്. കാരണം പ്രൊഡക്ഷൻ നടക്കുന്നത്, ഉണ്ടാക്കിയ സാധനങ്ങൾ അസംസ്കൃത വസ്തുക്കളാണ്. പ്രാഥമിക മേഖലയിൽ നമുക്ക് അസംസ്കൃത വസ്തുക്കൾ കിട്ടും. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? പുതിയ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. അത് എവിടെ നടക്കുന്നു? ദ്വിതീയ മേഖലയിൽ. ഇനി ഈ നടത്തിയ സംഭവങ്ങൾ എന്ത് ചെയ്യണം? വിതരണം ചെയ്യണം അല്ലെ. ഈ വിതരണം ചെയ്യുന്ന മേഖലയാണ് എന്ത്? തൃതീയ മേഖല. അപ്പോൾ തൃതീയ മേഖല ഓർക്കണ്ട. അപ്പം മേഖലകൾ 3 പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ചോദ്യം വരാം, വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT ഇവയൊക്കെ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? സേവന മേഖല. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സേവന മേഖല ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT ഇവ സേവന മേഖലയാണ്. ഇനി അടുത്ത് നമുക്ക് അറിയാം പ്രാഥമികം, ദ്വിതീയം, തൃതീയ മേഖല ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ എവിടെയാണ്? ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രാഥമിക മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൃഷി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ എന്ന് ആലോചിക്കാം. ഇനി അവിടെ ചോദിക്കുന്ന ചെറിയൊരു ചോദ്യമുണ്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ബോക്സിലിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടാണോ എന്ന് ഓർത്തു വെക്കാം. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും സെൻട്രൽ ഓഫീസിൽ നമുക്ക് ബന്ധപ്പെട്ട സംഭവം ആലോചിക്കാം. ഇനി ടീച്ചറെ കുറച്ച് ഉദാഹരണം പറയാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ ഉദാഹരണം പറയാം. ഏതെങ്കിലും ചോദ്യത്തെ ഏതിൽ പെടുന്നത് പെടാത്തതെന്ന് ചോദ്യം വന്ന് മക്കൾക്ക് കിട്ടണം. കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇവയൊക്കെ പ്രാഥമിക മേഖലയാണ്. പ്രൈമറി സെക്ടറാണ്. ഓർക്കുക 4 പോയിന്റുള്ള 1 കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇത് 4 പ്രാഥമിക മേഖല. ഇനി സെക്കൻഡറി മേഖല പറയും. ദ്വിതീയ മേഖല വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം ഇത് 3 ദ്വിതീയ മേഖലയാണ്. വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം ഇത് 3 ദ്വിതീയ മേഖലയാണ്. അടുത്ത തൃതീയ മേഖല വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാം ഏത് മേഖലയാണ് മക്കളെ? അതൊക്കെ തൃതീയ മേഖലയാണ്. അപ്പൊ മക്കളിന്റെ പരീക്ഷയ്ക്ക് ഈ 3 മേഖല ഏതാണെന്ന് ചോദിച്ചാൽ തെറ്റിക്കില്ല എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് വളരെ നിസ്സാര 1-2 കാര്യം പഠിച്ചാൽ നമുക്ക് ഈ പാഠം കഴിയാണ്. ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നത് സെൻസസ് 2011 സെൻസസ് പ്രകാരം ഏത് സംസ്ഥാനമാണ്? ബീഹാർ ആണ് കേട്ടോ. ബീഹാർ അത് ഓർത്തു വെക്കാം. ഏറ്റവും കുറവ് പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ളത് കേട്ടോ. കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ശതമാനം ചോദിച്ചാൽ 12%. കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്ര ശതമാനം? 12% അത് ഓർക്കുക കേട്ടോ. നമ്മൾ അടുത്ത വളരെ ഇനി കുറച്ച് പദ്ധതികൾ നമുക്കറിയാം. സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതാണ് ടീച്ചർ ഇനി പറയാൻ പോകുന്നത്. സ്വന്തമായി ആദ്യത്തെ പദ്ധതി അന്നപൂർണ്ണ പദ്ധതി. എന്താണ് അന്നപൂർണ്ണ പദ്ധതി എന്ന് ആദ്യം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ പരീക്ഷയ്ക്ക് ഒന്ന് നിങ്ങൾക്ക് കിട്ടും. അതായത് സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി റേഷൻ കടയിലൂടെ നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ്ണ പദ്ധതി. കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് റേഷൻ കടയിലൂടെ 10 കിലോ അരി കൊടുക്കുക കേട്ടോ. ആ സൗജന്യമായി നൽകുക. ആ പദ്ധതിയാണ് അന്നപൂർണ്ണ പദ്ധതി. ഒരു പദ്ധതി പരീക്ഷയ്ക്ക് വരും ഉറപ്പ്. അപ്പൊ അതിപ്പോ തന്നെ പഠിച്ചു പോവാം. അടുത്തത് അന്ത്യോദയ അന്നയോജന. എന്താ? അത് സ്ഥിരം പരീക്ഷയ്ക്ക് കാണാം. അന്ത്യോദയ അന്നയോജന അതായത് ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപയ്ക്കും അതുപോലെ ഗോതമ്പ് 2 രൂപയ്ക്കും കൊടുക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന. മറ്റേതാണ് 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുന്നത്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് അന്നപൂർണ്ണ പദ്ധതി. 65 വയസ്സിന് മുകളിൽ കൊടുക്കുന്ന പദ്ധതി അന്നപൂർണ്ണ പദ്ധതി. അന്ത്യോദയ അന്നയോജന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ, ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്കാണ് കൊടുക്കുന്നത്. അതിങ്ങനെയാ 35 കിലോ അരിയാണ് കൊടുക്കുന്നത്. 3 കിലോ അരിക്ക് 3 രൂപയും അതുപോലെ ഗോതമ്പിന് 2 രൂപയും. നമുക്ക് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം സ്റ്റാമ്പിന്റെ വിലയടക്കം നമ്മുടെ LP പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു വിവരാവകാശ നിയമത്തിന്റെ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യം നോക്കിക്കണം. ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അടുത്ത മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമ്മുടെ നാട്ടിൽ കാണുന്ന തൊഴിലുറപ്പ് പദ്ധതി ട്ടാ. ഈ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണ്? 100 ദിവസത്തെ തൊഴിലുറപ്പിക്കുന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം? 18 വയസ്സ് പൂർത്തിയായവർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായവർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം. ഇതിന് ഉപഭോക്താക്കളെ 3-ൽ 1 സ്ത്രീകളായിരിക്കണം. പക്ഷെ ഇത് നടത്തുമ്പോഴേ ഈ 100 ദിവസത്തെ നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതി നടത്തുമ്പോൾ അതിൽ 3 പേര് പണിക്ക് ഇറങ്ങണമെങ്കിൽ അതിൽ
ഒരാളായിരിക്കണം, സ്ത്രീ ആയിരിക്കണം നിയമമുണ്ട് കേട്ടോ. അപ്പൊ അത് ഓർക്കട്ടെ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും കഴിഞ്ഞു. അടുത്തത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമത്തിലല്ലേ, അപ്പൊ അതുപോലെ നഗരത്തിലും ഉണ്ട് ഒരു തൊഴിലുറപ്പ് പദ്ധതി. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കാം. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന് എന്താർത്ഥം? നഗരങ്ങളിലുള്ളവർക്ക് എന്ത് ചെയ്യുക? സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംയോജിത ശിശു വികസന പരിപാടി. പരീക്ഷയ്ക്ക് SCDS ചോദിക്കാറുണ്ട് കേട്ടോ. സംയോജിത ശിശു വികസന പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അംഗൻവാടികൾ മുഖേനയാണ് ഈ സംയോജിത ശിശു വികസന പരിപാടി നടപ്പിലാക്കുന്നത്. ചോദ്യം ഇങ്ങനെ വരിക, സംയോജിത ശിശു വികസന പരിപാടി അത് നടപ്പിലാക്കുന്നത് ഏതു വഴിയാണ്? ഉത്തരം അംഗൻവാടി വഴി. ഇനി ചോദ്യം വരും, 6 വയസ്സിന് വരെയുള്ള താഴെയുള്ള കുട്ടികള്, ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര് എന്നിവർക്ക് ഗുണം കിട്ടുന്ന പദ്ധതി ഏതാണ്? സംയോജിത ശിശു വികസന പരിപാടിയാണ്. നിശ്ചിത അളവിൽ ഈ കുട്ടികൾക്കും അമ്മമാർക്ക് കൃത്യസമയത്ത് പോഷകാഹാരം ഉറപ്പുവരുത്തുക, അതാണ് ഈ സംയോജിത ശിശു വികസന പരിപാടിയുടെ ലക്ഷ്യം. ഇനി നമുക്കറിയാം ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ട് അല്ലെ. എന്താ ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറഞ്ഞാൽ? അത് ചോദ്യം വരാം, എത്രാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണ പദ്ധതി? നിങ്ങൾ പലർക്കും അറിയില്ലായിരിക്കും, കാരണം നമ്മുടെ മക്കളൊക്കെ പലരും CBSE പഠിക്കുന്നു, കുറെ പേര് ഗവൺമെന്റിൽ പഠിക്കുന്നവരുണ്ട്. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, 8ൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കും? സൗജന്യമായിട്ട് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഉച്ചഭക്ഷണ പരിപാടി. സ്കൂളുകൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് പൊതുവിതരണ സംവിധാനം. നമുക്കറിയാം റേഷൻ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ പൊതുവിതരണ സംവിധാനം. അതുപോലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം. ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 2013. ഇനി പച്ചക്കറികൾ പൊതുവിതരണം ചെയ്യുന്ന സംവിധാനങ്ങളിലെ പച്ചക്കറികൾ വിതരണം ചെയ്യുന്ന സംവിധാനത്തെ പറയുന്ന പേരെന്താ? ഹോർട്ടികോർപ്പാണ് പച്ചക്കറികൾ വിതരണം ചെയ്യുന്നത്. ഹോർട്ടികോർപ്പ്. ഇനി അടുത്ത പാഠം കിടക്കാണ്. പാഠം 6 ഭൂപടങ്ങളുടെ പൊരുൾ തേടി. 6ാമത്തെ പാഠത്തിൽ കടന്ന് നമ്മൾ പാർട്ട് 1 ഇപ്പൊ കഴിയും. ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. കൊളംബസ് ജനിച്ച കാലഘട്ടം 15ാം നൂറ്റാണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച കാലഘട്ടം 15ാം നൂറ്റാണ്ടാണ്. കൊളംബസ് ജനിച്ച സ്ഥലം പരീക്ഷയ്ക്ക് ചോദിച്ചത് റിപ്പബ്ലിക് ഓഫ് ജനോവ. അതായത് ഇന്നത്തെ ഇറ്റലിയുടെ ഭാഗമായ റിപ്പബ്ലിക് ഓഫ് ജനോവ എന്ന സ്ഥലത്താണ് നമ്മുടെ കൊളംബസ് ജനിച്ചത്. ഇതൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റിൽ വരിയായിട്ട് ഇട്ട് കാര്യങ്ങൾ ടീച്ചർ വായിക്കണുള്ളൂ കേട്ടോ. ഇനി നാവികൻ, പര്യവേക്ഷകൻ എന്നീ നിലകളിൽ പ്രശസ്തിയാർജിച്ച വ്യക്തിയാണ് കൊളംബസ്. 2 പേരിൽ പ്രശസ്തിയാർജിച്ച, 1 നാവികൻ, 2 പര്യവേക്ഷകൻ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര ഇന്ത്യയെ തേടിയുള്ള നടന്ന വർഷം AD 1492. ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യത്തെ കപ്പൽ യാത്ര നടന്ന വർഷം ഏതാണ്? AD 1492. അറിയാത്തവർ അത് എഴുതി വെക്കാട്ടെ മക്കളെ, ചോദിക്കാം. ഇനി ഇന്ത്യയെ തേടിയുള്ള യാത്രയിൽ വഴി തെറ്റി കൊളംബസ് എത്തിച്ചേർന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ് എത്തിച്ചേർന്നത്. ഇനി അടുത്ത് നമ്മൾ മെഗലനെ കുറിച്ച് പറയാൻ പോവാണ്. മെഗലൻ ജനിച്ച കാലഘട്ടം, അതായത് ഓർഡറിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 15ാം നൂറ്റാണ്ടിലെ കൊളംബസ്, 16ാം നൂറ്റാണ്ടിലെ മെഗലൻ. ടെക്സ്റ്റ് പ്രകാരം പഠിക്കുന്നത് നമുക്ക് ഓർഡർ പ്രകാരം പഠിക്കുന്നത് മറക്കില്ല. 15ാം നൂറ്റാണ്ടിലെ കൊളംബസ്, 16ൽ ആരാ വന്നു? മെഗലൻ വന്നു. മെഗലൻ ജനിച്ച സ്ഥലം വടക്കൻ പോർച്ചുഗലാണ് മെഗലന്റെ സ്ഥലം എന്ന് ഓർക്കാം. ഇനി മെഗലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായിട്ട് മെഗലനും കൂട്ടരും ഉപയോഗിച്ചതാണ് ഭൂപടങ്ങൾ. ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുന്നതാണ് എന്താ പറയുന്നത്? വൻകരകളുടെ സ്ഥാനം അറിയാനായിട്ട് മെഗലനും കൂട്ടരും ഉപയോഗിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഭൂപടങ്ങളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം വരികയാണ്. ഇവിടെ മെഗലൻ കൊല്ലപ്പെട്ടത് ഏത് ദ്വീപിൽ വെച്ചാണ്? മക്ടാൻ ദ്വീപുവാസികളുമായുള്ള പോരാട്ടത്തിൽ മെഗലൻ കൊല്ലപ്പെട്ടു. മക്ടാൻ ദ്വീപുവാസികളുമായുള്ള യുദ്ധത്തിലെ നമ്മുടെ മെഗലൻ കൊല്ലപ്പെട്ടു കേട്ടോ. ഇനി അടുത്ത നമ്മൾ അഭിലാഷ് ടോമി, കോളത്തിലിട്ട് കൊടുത്തിട്ട് ബോക്സിലിട്ട് കൊടുത്തിട്ട് അഭിലാഷ് ടോമി മലയാളിയാണ്, നമുക്ക് അഭിമാനിക്കാം. അതായത് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ച സ്ഥലം തൃപ്പൂണിത്തറ, എറണാകുളം. ഒരു കറന്റ് അല്ല അത്, പക്ഷെ അത് വരാം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാം. തൃപ്പൂണിത്തറ, എറണാകുളം. അഭിലാഷ് പായൽ കപ്പലൊക്കെ നമ്മൾ ഫോട്ടോ കണ്ടു, അയാൾക്ക് അപകടം പറ്റിയിരുന്ന ഫോട്ടോസൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടു കേട്ടോ. അത് ടെക്സ്റ്റിൽ വളരെ ഭംഗിയായിട്ട് അയാളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ച സ്ഥലം തൃപ്പൂണിത്തറയാണ്, എറണാകുളം ജില്ലയിലാണ്. ഇനി അദ്ദേഹം എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത്? സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി മുംബൈയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ട് അഭിലാഷ് ടോമി എവിടെ നിന്ന് യാത്ര? മുംബൈയിൽ നിന്നാണ് ആരംഭിച്ചത്. വർഷം 2012 നവംബറിലാണ് യാത്ര ആരംഭിച്ചത്. ഏത് വർഷം?
2012 നവംബറിലാണ് യാത്ര ആരംഭിച്ചത്. ഇനി എന്ന് തിരിച്ചെത്തി? 2013 മാർച്ച് 31. ടെക്സ്റ്റ് കൃത്യമായിട്ട് കൊടുത്ത് 2013 മാർച്ച് 31 അദ്ദേഹം തിരിച്ചെത്തി. ഇനി ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി എത്ര ദിവസം എടുത്തു? 150 ദിവസം. ചോദ്യം വരൂട്ടാ, കാരണം ടെക്സ്റ്റിൽ കൊടുത്ത ചോദ്യമാണ്, അതുകൊണ്ട് മക്കൾ പഠിക്കുന്നത്. 150 ദിവസമാണ് അഭിലാഷ് ടോമി ലോകം ചുറ്റി സഞ്ചരിക്കാൻ എടുത്ത ദിവസം. അടുത്ത ടോപ്പിക് കടക്കാൻ പോകണം. നമ്മള് ഇന്ന് വരെ കണ്ടെത്തിയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ആരുടെ ഭൂപടമാണ്? മെസോപ്പൊട്ടേമിയൻ ഭൂപടമാണ്. മെസോപ്പൊട്ടേമിയൻ ഭൂപടമാണ്. ഈ മെസോപ്പൊട്ടേമിയൻ ഭൂപടം എങ്ങനെയായിരുന്നു? കളിമണ്ണിലാണ് തീർത്തിരുന്നത്. മെസോപ്പൊട്ടേമിയൻ ഭൂപടം തീർത്തിരുന്നത് കളിമണ്ണിലാണ്. കളിമണ്ണിൽ നിർമ്മിച്ച ചുട്ടെടുത്ത ഫലകങ്ങളിലാണ് നിർമ്മിച്ചിരുന്നത്. കളിമണ്ണിലെ ചുട്ടെടുത്ത ഫലകങ്ങളിലാണ് എന്ത് നിർമ്മിച്ചിരുന്നത്? ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ആരാണ് അപ്പൊ ആദ്യമായി തയ്യാറാക്കിയത്? മെസോപ്പൊട്ടേമിയൻകാരാണ് കേട്ടോ. അടുത്ത വളരെ പ്രധാന ചോദ്യമാണ്, ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനാരാണ്? അനക്സിമാൻഡർ. അനക്സിമാൻഡർ ആണ് ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാൻഡർ. ഇനി അനക്സിമാൻഡർ ജനിച്ച സ്ഥലം ചിലപ്പോൾ ചോദിക്കാം. മിലറ്റൈസി, ഏഷ്യ മൈനർ പ്രദേശമാണ്. ചോദിക്കുക എന്ന് വിചാരിക്കുക. ടെക്സ്റ്റ് പക്ഷെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വളരെ പ്രധാന ചോദ്യം, ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ്. പരീക്ഷയ്ക്ക് ചോദിക്കും. മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അതെന്താണ്? മെർക്കാറ്റർ. മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ്. ഇനി ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആര്? അറ്റ്ലസ്, ബുക്കിലും അറ്റ്ലസ്, അത് തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എബ്രഹാം ഓർട്ടേലിയസ്. ആരാണ്? എബ്രഹാം ഓർട്ടേലിയസ്. എബ്രഹാം ഓർട്ടേലിയസ്. നമുക്ക് ഞാൻ അവിടേക്ക് വളരെ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു? സൂചികയെ സൂചിപ്പിക്കുന്നു. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് എന്ത്? സൂചിക. ഭൂപട മാർഗമാണ് സൂചിക. ഇനി കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത് എന്ത് നിറത്തിലാ? കൃഷിയിടങ്ങളെ ഭൂപടത്തിൽ ചോദ്യം വരാറുണ്ട്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞാട്ട. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത് മഞ്ഞയാണ്. അപ്പൊ ആ ഭാഗം നമ്മുടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട പാർട്ട് 1 നമ്മുടെ അവസാനിച്ചു കഴിഞ്ഞു കേട്ടോ. സോ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1ന്റെ ഒരുവിധം എല്ലാ പാഠവും ടീച്ചർ കവർ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം സമയം കുറച്ചായി. അതുകൊണ്ട് ടീച്ചർ ഇന്ന് രാത്രി സയൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മിക്കതും വിചാരിക്കുന്ന രീതിയിൽ സയൻസ് ക്ലാസ് എടുക്കാൻ പറ്റുന്ന. നാളെ നിങ്ങൾക്ക് സോഷ്യൽ ക്ലാസ്സും സയൻസ് ക്ലാസ്സും ഒക്കെ ഈ ഒരാഴ്ച കാറ്ററ്റുകാർക്കും പ്രിലിംസുകാർക്കും SCERT ടെക്സ്റ്റ് ബുക്കുകൾ ടീച്ചർ എടുത്ത് കഴിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ടീച്ചർ അറിയാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഹാപ്പി PSC സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. സോ പ്രിലിംസുകാർക്കും കാറ്ററ്റുകാർക്കും എല്ലാ ആശംസകളും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അറ്റൻഡ് ചെയ്യുക. കാരണം ഒരു മിനിമം കുറേ ക്വസ്റ്റ്യൻസ് ടീച്ചർ വായിച്ചു വിടും. നിങ്ങളുടെ തലയിൽ കയറാൻ പറ്റുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. ടീച്ചറെ ക്ലാസ് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇപ്പം ആരൊക്കെ ഉണ്ടെന്ന്